ഹലോ സ്റ്റുഡൻസ്, ഇന്ന് മുതൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ BA സോഷ്യോളജിക്കാർക്കുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ബ്ലോക്കാണ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സോഷ്യോളജിയുടെ വളർച്ചയെ എങ്ങനെയാണ് സയൻറ്റിഫിക് റവല്യൂഷന് സഹായിച്ചത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് സഹായിച്ചത്, ഫ്രഞ്ച് റവല്യൂഷന് സഹായിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യോളജി ഒരു പഠനശാഖയായിട്ട് വളർന്നു വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1839 അഗസ്റ്റേ കോംതെയാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു വിഷയം തുടങ്ങുന്നത്. ആ വിഷയത്തിന് സോഷ്യോളജി എന്നുള്ള പേരൊക്കെ കൊടുക്കുന്നത് ആരാണ്? അഗസ്റ്റേ കോംതെയാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ആണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ തുടക്കം എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ യൂറോപ്പിലാണ് സോഷ്യോളജി വളർന്നു വന്നതെന്ന് പറഞ്ഞു. ഫ്രാൻസിൽ ജീവിച്ചിരുന്ന അഗസ്റ്റേ കോംതെയാണ് സോഷ്യോളജിക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വളർന്നു വരുന്നത്, അല്ലേ? അപ്പോൾ യൂറോപ്പിൽ സോഷ്യോളജി വളർന്നു വരാൻ സഹായിച്ച ധാരാളം രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടിൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വളർന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിനിടയാക്കിയ ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു നവോത്ഥാനം, അല്ലേ? നവോത്ഥാനം സോഷ്യോളജിൻ്റെ വളർച്ചയെ സഹായിച്ച ഒരു കാര്യമാണ്. ജ്ഞാനോദയം, എൻലൈറ്റൻമെൻറ്റ്, അപ്പോൾ അതും സോഷ്യോളജിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് റവല്യൂഷന്, ശാസ്ത്രീയ വിപ്ലവം സോഷ്യോളജിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, അല്ലേ? അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവം, ഇതൊക്കെ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഓരോ കാര്യവും എങ്ങനെയാണ് സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ചത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യോളജിയെ സാധാരണയായിട്ട് പറയാറുണ്ട് ചൈൽഡ് ഓഫ് 3 റവല്യൂഷൻസ്. അതായത് 3 വിപ്ലവങ്ങളുടെ ശിശുവാണ് സോഷ്യോളജി എന്ന് പറയാറുണ്ട്. ഏതൊക്കെയാണ് ആ 3 വിപ്ലവങ്ങൾ? സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച ആ 3 വിപ്ലവങ്ങളിൽ ഒന്നാമത്തതാണ് സയൻറ്റിഫിക് റവല്യൂഷൻ, ശാസ്ത്രീയ വിപ്ലവം. രണ്ടാമത്തതാണ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. മൂന്നാമത്തതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കടക്കുന്നത് സയൻറ്റിഫിക് റവല്യൂഷനിലേക്കാണ്. ശാസ്ത്രീയ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും ഹെഡിങ് ഒന്ന് ശ്രദ്ധിക്കുക. സയൻറ്റിഫിക് റവല്യൂഷൻ, ശാസ്ത്രീയ വിപ്ലവം. അപ്പോൾ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവവികാസമായിരുന്നു ശാസ്ത്രീയ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് യൂറോപ്പിൽ ശാസ്ത്രീയ വിപ്ലവം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ചിന്തയിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സഹായിച്ച ഒന്നായിരുന്നു ഏത്? ശാസ്ത്രീയ വിപ്ലവം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അന്ധവിശ്വാസങ്ങൾക്ക് പകരമായിട്ട് ശാസ്ത്രീയ വസ്തുതകൾക്ക് പ്രാധാന്യം ലഭിക്കുകയാണ് ശാസ്ത്രീയ വിപ്ലവത്തിലൂടെ നടന്നത്, അല്ലേ? മനുഷ്യന് ശാസ്ത്രീയമായ കാര്യങ്ങളിൽ വിശ്വസിക്കാനും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് പകരമായിട്ട് ശാസ്ത്രീയ വസ്തുതകളെ മനുഷ്യനെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് ശാസ്ത്രീയ വിപ്ലവത്തോട് കൂടിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ശാസ്ത്രീയ വിപ്ലവം മനുഷ്യൻ്റെ അറിവിലും അറിവ് നേടുന്ന രീതിയിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ അറിവിലും മനുഷ്യൻ്റെ ചിന്തയിലും ഒക്കെ കാര്യമായ മാറ്റം, മനുഷ്യന് അറിവ് നേടുന്ന രീതിയിലൊക്കെ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ ശാസ്ത്രീയ വിപ്ലവത്തിന് കഴിഞ്ഞു എന്നുള്ള എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടന്നു എന്നാണല്ലോ. അപ്പോൾ കോപ്പർനിക്കസിനെ പോലുള്ള ഗലീലിയോ പോലുള്ള ആളുകൾ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതിലൂടെ അവർ ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, മറിച്ച് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നുള്ള സിദ്ധാന്തമൊക്കെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതായത് ജിയോസെൻട്രിക് തിയറിക്ക് പകരം ഹീലിയോസെൻട്രിക് തിയറിക്ക് സ്വീകാര്യത ലഭിക്കാൻ തുടങ്ങിയത് ഈ ശാസ്ത്രീയ വിപ്ലവത്തോടു കൂടി. അതുവരെ മനുഷ്യൻ വിശ്വസിച്ചത് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് എന്നാണ്, അല്ലേ? അപ്പോൾ ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന ഹീലിയോസെൻട്രിക് തിയറിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ തുടങ്ങുന്നതും മനുഷ്യൻ്റെ ചിന്തയിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നതൊക്കെ ഏതാണ്? ശാസ്ത്രീയ വിപ്ലവം കൊണ്ടാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രകൃതിയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചൊക്കെയുള്ള മനുഷ്യൻ്റെ യുക്തിരഹിതമായ, യുക്തിക്ക് നിരക്കാത്ത ചിന്തകളിലൊക്കെ മാറ്റം കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു? ശാസ്ത്രീയ വിപ്ലവത്തിന് കഴിഞ്ഞു. മനസ്സിലായോ? അതായത് മനുഷ്യന് യുക്തിരഹിതമായ അന്ധവിശ്വാസങ്ങൾ
ഇതൊക്കെ മാറ്റാനും ശാസ്ത്രത്തിൽ കൂടുതൽ മനുഷ്യന് വിശ്വാസം വരാനൊക്കെ ഏറെ സഹായിച്ച ഒരു കാര്യമാണ് ഇത് ശാസ്ത്രീയ വിപ്ലവം. മനസ്സിലായോ? അപ്പോൾ ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ ശാസ്ത്രീയ വിപ്ലവം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ശാസ്ത്രീയ വിപ്ലവം എങ്ങനെയാണ് സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ചത്, ഈ കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയ വിപ്ലവം കൊണ്ടുണ്ടായ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലേ? സയൻസിൻ്റെയും ടെക്നോളജിയുടെയും പുരോഗതിയാണ്. അപ്പോൾ ശാസ്ത്രീയ വിപ്ലവം സമൂഹത്തിൽ ശാസ്ത്രത്തിനുണ്ടായിരുന്ന സ്ഥാനത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശാസ്ത്രീയ വിഷയങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ലഭിച്ചു തുടങ്ങിയത് ശാസ്ത്രീയ വിപ്ലവത്തോടു കൂടിയാണ്. അപ്പോൾ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി പോലുള്ള ശാസ്ത്രങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനം ലഭിക്കാൻ ശാസ്ത്രീയ വിപ്ലവം എന്തായി, കാരണമായി എന്നെന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ സയൻസ് വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം, വലിയ സ്ഥാനം സമൂഹത്തിൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് അഗസ്റ്റേ കോംതെ, എമിലി ദുർക്കീം, ഹെർബർട്ട് സ്പെൻസറെ പോലുള്ള ആദ്യകാല സോഷ്യോളജിസ്റ്റുകൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ ശാസ്ത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, അല്ലേ? അതായത് സോഷ്യോളജിയും ഒരു ശാസ്ത്രമാണ്, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് ആദ്യകാല സോഷ്യോളജിസ്റ്റുകളായ ഹെർബർട്ട് സ്പെൻസർ, എമിലി ദുർക്കീം, കോംതെ ഒക്കെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തെ കണ്ടത്. മനസ്സിലായോ? അവർ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഈ ഭൗതിക ശാസ്ത്രങ്ങളെയാണ് മാതൃകയാക്കിയത്, അല്ലേ? അതായത് ഇപ്പോൾ അഗസ്റ്റേ കോംതെയെ പറ്റിയൊക്കെ പറയുമ്പോൾ അഗസ്റ്റേ കോംതെ സോഷ്യോളജി, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയത്തിന് തുടക്കം കുറിച്ചു. അതിന് ആദ്യം കൊടുത്ത പേര് സോഷ്യൽ ഫിസിക്സ് എന്നാണ്. കാരണം സോഷ്യോളജി, സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയം എന്താണ്, ഒരു ശാസ്ത്രമായിട്ടാണ് അഗസ്റ്റേ കോംതെ പോലുള്ള ആൾക്കാർ കാണുന്നത്. അപ്പോൾ ശാസ്ത്രത്തിന് വലിയ സ്ഥാനം സമൂഹത്തിൽ ലഭിച്ചതോടുകൂടി സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് ശാസ്ത്രീയ രീതികൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് സോഷ്യോളജിയും ഒരു ശാസ്ത്രമാണെന്ന് വിശ്വസിക്കാൻ ആദ്യകാല സോഷ്യോളജിസ്റ്റുകൾക്ക് കഴിഞ്ഞു. അതിൻ്റെ കാരണം സയൻറ്റിഫിക് റവല്യൂഷനാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോഷ്യോളജിയെ ഒരു ശാസ്ത്രമായി വളർത്തിക്കൊണ്ടുവരാനാണ് അഗസ്റ്റേ കോംതെ, ഹെർബർട്ട് സ്പെൻസർ, അതുപോലെ തന്നെ എമിലി ദുർക്കീമിനെ പോലുള്ള ആദ്യകാല സോഷ്യോളജിസ്റ്റുകളൊക്കെ ശ്രമിച്ചത്. അപ്പോൾ ഇതിന് ഏറെ സഹായിച്ചത് ശാസ്ത്രീയ വിപ്ലവമാണ്. അപ്പോൾ സോഷ്യോളജിയുടെ വളർച്ചയെ ഏറെ സഹായിച്ച ഒരു കാര്യമായിട്ട് നമുക്ക് സയൻറ്റിഫിക് റവല്യൂഷനെ, ശാസ്ത്രീയ വിപ്ലവത്തെ കാണാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശാസ്ത്രീയ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ സംഭവിച്ച രണ്ടാമത്തെ മാറ്റമാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്പിരിറ്റ്, ശാസ്ത്രബോധത്തിൻ്റെ വികാസം. അപ്പോൾ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ശാസ്ത്രബോധം വളർത്താൻ ഏറെ സഹായിച്ച ഒരു കാര്യമാണ് ശാസ്ത്രീയ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ബോധം വളർന്നു വന്നതോടുകൂടി അവർ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും, അല്ലേ, ഒക്കെ എതിർക്കാൻ തുടങ്ങുകയും ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കൊക്കെ പകരം ശാസ്ത്രത്തിനും ഫിലോസഫിക്ക്, തത്വശാസ്ത്രത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം സമൂഹത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ശാസ്ത്രം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് പ്രകൃതിയിലെ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഭൗതിക ലോകത്തെ അവർ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഭൗതിക ലോകത്തെ വിശദീകരിക്കാൻ വേണ്ടി പ്രകൃതിയിലെ നിയമങ്ങളാണ് ഉപയോഗിച്ചതെങ്കിൽ ഫിലോസഫർമാർ, തത്വശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സാമൂഹ്യ ലോകത്തെ, നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കാനായിട്ട് അവർ പൊതു നിയമങ്ങളെ ഉപയോഗിച്ചു. അപ്പോൾ ഭൗതിക ലോകത്തെ വിശദീകരിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാർ പ്രകൃതിയിലെ നിയമങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ അതോടൊപ്പം സാമൂഹ്യ ലോകത്തെ വിശദീകരിക്കാനായിട്ട് ഫിലോസഫർമാർ എന്ത് ചെയ്തു, പൊതു നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണങ്ങളാണ് നൽകിയത്. ഇങ്ങനെ ഫിലോസഫർമാരുടെ പങ്ക് സോഷ്യോളജി പോലുള്ള വിഷയങ്ങളുടെ വളർച്ചയെ ഏറെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തത്വചിന്തകന്മാർ സാമൂഹിക സംഭവവികാസങ്ങളെ അവർ യുക്തിയുടെയും റിസർച്ചിൻ്റെ, ഗവേഷണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ അന്ധവിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും വിശദീകരിക്കുന്നതിന് പകരം യുക്തിസഹമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കാൻ പല ഫിലോസഫർമാരും തത്വചിന്തകന്മാരും ശ്രമിക്കുകയും ഈ ഫിലോസഫർമാരുടെ കോൺട്രിബ്യൂഷനാണ് പിന്നീട് സോഷ്യോളജി പോലുള്ള വിഷയത്തിൻ്റെ വളർച്ചയെ സഹായിച്ചത് എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ റൂസോ, മോണ്ടസ്ക്യൂ, അത് ജോൺ ലോക്ക്, ഇങ്ങനെയുള്ള ചിന്തകന്മാരൊക്കെ സാമൂഹ്യ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ
ശ്രമിച്ച ഫിലോസഫർമാരാണ്. അതുപോലെ തന്നെ അഗസ്റ്റേ കോംതെക്ക് മുമ്പ് തന്നെ സെൻറ്റ് സൈമണെ പോലുള്ള ആളുകളും സാമൂഹ്യ ലോകത്തെ സമൂഹത്തെ വിശദീകരിക്കാൻ ശ്രമിച്ച ഫിലോസഫർമാരായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ശാസ്ത്രീയ വിപ്ലവം സമൂഹത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകാൻ ഏറെ സഹായിച്ച ഒരു കാര്യമാണ്. അങ്ങനെ അത് സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ചു എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, ടിൻ റവല്യൂഷൻ. അപ്പോൾ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച രണ്ടാമത്തെ കാര്യമാണ് ടിൻ റവല്യൂഷൻ, ഇരട്ട വിപ്ലവം. അപ്പോൾ ഏതാണ് ടിൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്ന വിപ്ലവങ്ങൾ? ഒന്ന് ഫ്രഞ്ച് വിപ്ലവമാണ്, രണ്ടാമത്തത് ബ്രിട്ടനിൽ നടന്ന വ്യവസായ വിപ്ലവമാണ്. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തെയും ഫ്രഞ്ച് വിപ്ലവത്തെയുമാണ് നമ്മൾ ഒരുമിച്ച് ടിൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഇരട്ട വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ വളർച്ചയെ ഏറെ സഹായിച്ച രണ്ട് വിപ്ലവങ്ങളാണ് ഏതൊക്കെ? വ്യാവസായിക വിപ്ലവം അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം ജനങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിലെ ജനങ്ങളുടെ ജീവിതത്തിലും അവരുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നെങ്കിൽ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലും അതുപോലെ തന്നെ യൂറോപ്പിലെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വ്യാവസായിക വിപ്ലവം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടിൻ റവല്യൂഷനിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷന്. 1789 ഫ്രാൻസിൽ വിപ്ലവം നടക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ രാഷ്ട്രീയത്തിലും സാമൂഹികവുമായ കാര്യങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ കാണേണ്ടത്, അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളതൊക്കെ ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്നുള്ളതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന തോതിലുള്ള നികുതി, അതുപോലെ തന്നെ ജനവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ, ഇതൊക്കെയാണ് ഫ്രാൻസിലെ ജനങ്ങളിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തിരിയാൻ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വലിയ രീതിയിലുള്ള നികുതി, ജനവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ എസ്റ്റേറ്റ് സമ്പ്രദായം എന്ന് പറയുന്ന ഫ്രാൻസിലെ സാമൂഹിക സംവിധാനമൊക്കെ ആയിരുന്നു വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയെ അടിമുടി മാറ്റി എന്ന് മനസ്സിലാക്കുക. ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി മുമ്പ് ഫ്രാൻസിലുണ്ടായിരുന്ന രാഷ്ട്രീയ വ്യവസ്ഥ, അതായത് ബൂർബൺ രാജാക്കന്മാരായിരുന്നു ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ആ ബൂർബൺ രാജവംശത്തെ അടിമുടി ഇല്ലാതാക്കാൻ ഫ്രഞ്ച് വിപ്ലവത്തിന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന ബൂർബൺ രാജവംശത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ഫ്രഞ്ച് വിപ്ലവത്തിന് കഴിഞ്ഞു. നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയെ അടിമുടി മാറ്റിമറിക്കാൻ ഫ്രഞ്ച് വിപ്ലവത്തിന് കഴിഞ്ഞിരുന്നു എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ജനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചു, ജനങ്ങളുടെ സഭയായ പാർലമെന്റിന് കൂടുതൽ ആധിപത്യം ലഭിച്ചു എന്നുള്ളതാണ് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് സമൂഹത്തിലും ഫ്രാൻസിലെ രാഷ്ട്രീയത്തിലൊക്കെ അടിമുടി മാറ്റം കൊണ്ടുവന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഫ്രഞ്ച് വിപ്ലവം രാഷ്ട്രീയത്തിൽ മാത്രമല്ല മാറ്റം കൊണ്ടുവന്നത്, അത് ഫ്രഞ്ച് സമൂഹത്തിലും കാര്യമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിൽ അതുവരെ നിലനിന്നിരുന്ന എസ്റ്റേറ്റ് സമ്പ്രദായം, അല്ലേ? ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് ഫ്രാൻസിലെ ജനങ്ങളെ തരംതിരിച്ചിട്ട് എല്ലാ നികുതി ഭാരം മുഴുവൻ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കായിരുന്നു. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് സമ്പ്രദായത്തെ ഇല്ലാതാക്കാനും ഫ്രാൻസിലെ ഒരു സമത്വപൂർണമായ സമൂഹം കെട്ടിപ്പടുക്കാനും ഏറെ സഹായിച്ചൊരു വിപ്ലവം കൂടിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ മുൻപുണ്ടായിരുന്ന സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഫ്രഞ്ച് വിപ്ലവം വലിയ മാറ്റം കൊണ്ടുവന്നു. അത് സോഷ്യോളജിയുടെ വളർച്ചയെ ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തെ നമുക്കൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റൂല. 1789 ഫ്രാൻസിൽ വിപ്ലവം തുടങ്ങിയെങ്കിലും ഫ്രാൻസിലെ വിപ്ലവം അവസാനിച്ച് തൊട്ടുടനെ തന്നെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ധാരാളം വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലുടനീളം ഇഷ്ടം പോലെ വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് യൂറോപ്പിലെ അന്നത്തെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു ബിസ്മാർക്ക് പറയുന്നുണ്ട്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം പിടിക്കുന്നു. അപ്പോൾ ഫ്രാൻസിൽ വിപ്ലവം നടന്നെങ്കിലും തൊട്ട് അടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതിൻ്റെ ഭാഗമായിട്ട് വിപ്ലവങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളും ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അത് യൂറോപ്യൻ സമൂഹത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഒരുപാട് ചിന്തകന്മാർ നിലനിൽക്കുന്ന
സാമൂഹ്യ സാഹചര്യത്തിൽ, അതായത് ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാർഗങ്ങൾ അവർ അന്വേഷിച്ചു. അങ്ങനെയാണ് എമിലി ദുർക്കീം, അഗസ്റ്റേ കോംതെ ഇങ്ങനെയുള്ള സോഷ്യോളജിസ്റ്റുകൾ സാമൂഹ്യ ക്രമത്തിന് പ്രത്യേക പരിഗണന നൽകിയത്. അവരുടെ പഠനത്തിലൊക്കെ സാമൂഹ്യ ക്രമത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നടന്ന വിപ്ലവങ്ങളും രാഷ്ട്രീയ സമരങ്ങളും സമൂഹത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചും സാമൂഹ്യ ക്രമത്തെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ സോഷ്യോളജിയിൽ വരാൻ ഏറെ സഹായിച്ച ഒരു സംഭവമായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എമിലി ദുർക്കീം, അഗസ്റ്റേ കോംതെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ, ആദ്യകാല സോഷ്യോളജിസ്റ്റുകൾ സാമൂഹ്യ ക്രമത്തിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് അവർ സമൂഹത്തെക്കുറിച്ച് പഠിച്ചത്. അതിന് കാരണമായത് യൂറോപ്പിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്നുണ്ടായിരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും വിപ്ലവങ്ങളൊക്കെ സാമൂഹ്യ ക്രമത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കി. അത് സോഷ്യോളജിയുടെ വളർച്ചയെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവരും? അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. ഇപ്പോൾ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് വ്യാവസായിക വിപ്ലവം. അപ്പോൾ വ്യാവസായിക വിപ്ലവം തുടങ്ങുന്നത് ബ്രിട്ടനിലാണ്. അപ്പോൾ ഇത് യൂറോപ്യൻ സമൂഹത്തെ ഒരു കർഷക സമൂഹത്തിൽ നിന്ന് വ്യാവസായിക സമൂഹത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തോടു കൂടി യൂറോപ്യൻ സമൂഹം കാർഷിക സമൂഹത്തിൽ നിന്ന് ഒരു വ്യാവസായിക സമൂഹത്തിലേക്ക് മാറി, അല്ലേ? അതായത് ധാരാളം ഫാക്ടറികൾ വരുന്നു, ആ ഫാക്ടറികളിൽ ഇഷ്ടം പോലെ തൊഴിലാളികൾ വരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ധാരാളം ജനങ്ങൾ കൃഷി ഉപേക്ഷിച്ചിട്ട് ഫാക്ടറി തൊഴിലുകളിൽ ഏർപ്പെട്ടു, അല്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമങ്ങളിൽ നിന്നും വൻതോതിൽ ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറുകയും നഗരവൽക്കരണത്തിനും അത് കാരണമായി. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിനൊപ്പം തന്നെ നഗരവൽക്കരണം കൂടി യൂറോപ്പിൽ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. അത് സമൂഹത്തിൽ ഒരുപാട് നഗര സമൂഹത്തിൽ പുതിയ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യോളജികൾ പഠിക്കുകയും അത്തരം പഠനങ്ങൾ സോഷ്യോളജിൻ്റെ വളർച്ചയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറിയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് കുറഞ്ഞ വേതനത്തിന് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ധാരാളം തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, അല്ലേ, അതുപോലെ തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നു. അപ്പോൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തൊഴിലാളികളുടെ മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ മുതലാളിത്ത വ്യവസ്ഥയെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് കാൾ മാർക്സിനെ പോലുള്ള ആളുകൾ വ്യാവസായിക വിപ്ലവം കൊണ്ടുണ്ടായ സമൂഹത്തിലുണ്ടായ പ്രത്യേകിച്ച് തൊഴിലാളികളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് കാൾ മാർക്സിനെ പോലുള്ള പണ്ഡിതന്മാർ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സോഷ്യോളജിയുടെ വളർച്ചയെ ഏറെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഇവിടെ ഓർത്തു വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഫാക്ടറികൾ വരുന്നു. ഫാക്ടറിയിലെ തൊഴിലാളികളെ മുതലാളി വർഗം ചൂഷണം ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് മുതലാളിത്തത്തിനെതിരെ ധാരാളം തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ നിലവിൽ വരുന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെ സാമൂഹ്യ സിദ്ധാന്തങ്ങളിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ പഠനം വരികയാണ്. അപ്പോൾ കാൾ മാർക്സിനെ പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ വ്യാവസായിക വിപ്ലവവും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന മുതലാളിത്തത്തിൻ്റെ വളർച്ചയോടുകൂടി തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവരെ അന്വേഷിക്കാൻ തുടങ്ങി. ഇത് യൂറോപ്പിൽ ധാരാളം പുതിയ സമൂഹശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ ഉത്ഭവത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതൊക്കെ സോഷ്യോളജിയുടെ വളർച്ചയെ ഏറെ എന്ത് ചെയ്തു, സഹായിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഈ യൂണിറ്റിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.